ഹായ് ഫ്രണ്ട്സ്, മെമ്മറൈസ് ട്രാവലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷത്തോളമായിട്ടാണ് നമ്മുടെ വെറൈറ്റികൾ നമ്മൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ ഈ വെറൈറ്റികൾക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ വേനലായതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു രക്ഷയില്ല, വെള്ളം നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നുകൊണ്ട് നമ്മൾ മുമ്പ്, അതായത് ഈ മരങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ വെള്ളം എത്തിക്കാനുള്ള സൗകര്യം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പൈപ്പിന്റെ കണക്ഷൻ, അതായത് 300 മീറ്ററോളം, എനിക്ക് തോന്നുന്നു അത്രയാണെന്ന് തോന്നുന്നു, 300 മീറ്ററോളം പൈപ്പിന്റെ കണക്ഷൻ ഞാൻ ഇവിടെ തുടങ്ങി, നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി പറമ്പിലെത്തുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൈപ്പിന്റെ കണക്ഷൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പൊ അങ്ങനെ വെറൈറ്റികൾക്കെല്ലാം ഈ വെള്ളം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പ്ലാവിന്റെ ഒക്കെ ആണെങ്കിലും ഇലയൊക്കെ ഞാൻ അവിടെ ചെന്ന് നോക്കി മഞ്ഞ കളറിലായിട്ടുണ്ട്. ഒത്തിരി ഇലകളും തന്നെ മഞ്ഞ കളറിനോടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ കരിയാനുള്ളതിന്റെ ഒരു തുടക്കമാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് വെള്ളമൊഴിക്കൽ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമ്മുടെ വെറൈറ്റികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പറമ്പിലേക്ക് നമ്മൾ വെള്ളം എത്തിക്കാനുള്ള സൗകര്യം കൂടെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ കണക്ഷനൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ നമ്മുടെ ഇവിടെ പൈപ്പിന്റെ എൻഡ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി കണക്ഷൻ അങ്ങോട്ട് പറമ്പിലോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് കിണറ്റിൽ പോയിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് ഒഴിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. നമ്മൾ പൈപ്പിന്റെ കണക്ഷൻ, പൈപ്പ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നേരെ വെള്ളം നമുക്ക് പറമ്പിൽ കിട്ടും. വീടിന്റെ മുറ്റത്ത് ചട്ടിക്കകത്ത് കുറേയധികം വെറൈറ്റികൾ പണ്ട് നമ്മളെ എക്സിബിഷനൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യാണ്ട് വന്ന കുറേയധികം വെറൈറ്റികളുണ്ട്. റോസിന്റെ വെറൈറ്റി, അതുപോലെ തന്നെ നന്ദ്യാർ വട്ടം, അങ്ങനെ കുറേയധികം വെറൈറ്റികൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ചട്ടിക്കകത്താക്കി മുറ്റത്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെറൈറ്റികളെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാം. വെള്ളം ഒഴിക്കേണ്ട പൈപ്പിന്റെ കണക്ഷൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മുടെ വെള്ളത്തിന്റെ കണക്ഷൻ താഴേക്ക് കൊണ്ടുവന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഓവൊക്കെ ഇട്ടിട്ട് അതിനകത്തൊരു പൈപ്പ് ചാടിച്ചാണ് അങ്ങോട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ കാപ്പി ഇടുകയാണ് അമ്മ. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് നമുക്ക് നേരെ പറമ്പിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ കണക്ഷൻ ഇത് തുടങ്ങി, വീട്ടിൽ നിന്ന് തുടങ്ങി പറമ്പിൽ വരെ എത്തിയിട്ടുണ്ട്. അല്ലേ, ഈ പോകുന്നതാണ് സാധനം. ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് ഇട്ടാണ് കേട്ടോ. അപ്പം മേളിൽ നിന്ന് പൈപ്പ് ഓണാക്കിയിട്ടാണ് ഞാൻ താഴെറങ്ങുന്നത്. അപ്പം ഞാൻ പൈപ്പിൻ്റെ കണക്ഷൻ നമ്മുടെ നങ്കടാക്ക് പ്ലാവിൻ്റെ ഇല കരിഞ്ഞ് ഉണങ്ങാറായി നിൽക്കുമായിരുന്നു. നങ്കടാക്ക് പ്ലാവിൻ്റെ ചുവട്ടിലിട്ടിട്ടായിരുന്നു വരുന്നത് പൈപ്പിൻ്റെ കണക്ഷനെ. എൻ്റെ വെള്ളം വീഴുന്നുണ്ട്. ഇതാണ് ഐറ്റം. എന്നെക്കാളിലും പൊക്കം വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂറെങ്കിലും വെള്ളം കൊടുക്കണം ഒരു പ്ലാവിന്. എന്നാലേ അത്യാവശ്യം നനയാനുള്ളൊരു വെള്ളം പ്ലാവിന് കിട്ടത്തുള്ളൂ. അതാണ് കുഴപ്പം. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന സമയം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ തടിയെ കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തണ്ട് നനയുമ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ അതൊരു വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പണ്ട് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പം ഇങ്ങനെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് തണ്ട് നനച്ച് കൊടുക്കില്ല നമ്മൾ. ഇതിൻ്റെ തണ്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ ആ തണുപ്പ് കിട്ടുമ്പോൾ ആ മരത്തിനൊരു വ്യത്യാസം വരുന്നുണ്ട്, വളർച്ചയിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അങ്ങനെയും കൂടെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുവട്ടിൽ ശരിക്കും വെള്ളം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും ചുവട്ടിൽ വെള്ളം കിട്ടണം. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ കണക്ഷൻ ഏതാണ്ട് ഇവിടം വരെ എത്തി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എത്തുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മരമുണ്ട്, നങ്കടാക്ക് നിൽപ്പുണ്ട്. ഇതുണ്ടോ, നിൽക്കുന്നുണ്ടോ? ഇതൊരു നങ്കടാക്കിൻ്റെ പ്ലാവാണ്. ഇതിൻ്റെ ഈ നങ്കടാക്ക് പ്ലാവിൻ്റെ ഇലയൊക്കെ ഇതുണ്ടോ, മഞ്ഞ കളറിലെത്തിക്കണ്ടോ? ശരിക്കും പറഞ്ഞാൽ കരിയാൻ തുടങ്ങിയായിരുന്നു. ശരിക്കും ഇലയൊക്കെ ഇതുണ്ടോ, കരിയാൻ തുടങ്ങുന്നുണ്ടോ? ആ രീതിയിലെത്തിയായിരുന്നു. ശരിക്കും വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് പൈപ്പ് ഇവിടെ നമ്മളെ പറമ്പിൽ വരെ എത്തിക്കാൻ പറ്റി. പഴയ പൈപ്പ് നമുക്ക് ക്ലിയർ ചെയ്തെടുത്ത് അത് വീണ്ടും വെള്ളം ഒഴിക്കാവുന്ന പരുവത്തിലാക്കാൻ പറ്റി. സന്തോഷമുണ്ട്.
അപ്പം നമ്മുടെ പ്ലാവിനെ ഏതാണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നനയുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തേക്കുക. അപ്പോൾ ഒരു തണുപ്പ് കിട്ടുമല്ലോ മൊത്തത്തിൽ. അപ്പോൾ ആ ചവിട്ടി കൊടുക്കുന്നതിന് പകരം മൊത്തത്തിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പ്ലാവ് ഇടാൻ നിൽക്കുന്നത് കണ്ടോ, നങ്കിടാക്കിൻ്റെ അടുത്തൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിനും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൈപ്പിൻ്റെ കണക്ഷൻ ഇത്രയുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാൻ മുമ്പ് വെച്ചിരുന്ന വെറൈറ്റികൾ കുറേയധികം ഡുരിയാൻ്റെ വെറൈറ്റി, അതുപോലെ തന്നെ മുള്ളാത്ത കരിഞ്ഞു പോയി. ഇതിനല്ലേ നിൽക്കുന്നത്, മുള്ളാത്തയുടെ ബാലൻസാണ് നിൽക്കുന്നത് കേട്ടോ, അത് കരിഞ്ഞു പോയി. പിന്നെ കുറേയധികം മുരിങ്ങയുടെ കമ്പൊക്കെ ഞാൻ ഇവിടെയൊക്കെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പം നമ്മുടെ രണ്ടാമത്തെ നങ്കിടാക്ക് പ്ലാവിന് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ഇല കുറേ വാടിയിട്ടുണ്ട്. ഇതുണ്ടോ, കുറേ ഇലകൾ ചുമന്ന കളറൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കരിച്ചിലിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ ചുവട്ടിലെല്ലാം കുറേയധികം ഇല കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇലയൊക്കെ കരിഞ്ഞുണ്ടോ, ഇതിൻ്റെ കമ്പ് വരെ ഉണങ്ങാൻ തുടങ്ങി. ഇതുണ്ടോ, ഒരേക്കരമൊക്കെ ഉണങ്ങി. എന്തായാലും കുഴപ്പമില്ല, വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നങ്കിടാക്കൾ ഭാഗമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. എന്തോ അതിന് നമ്മൾ അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഉണങ്ങി പൈപ്പ് നമുക്ക് ഇവിടം വരെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ പ്ലാവിനും വെള്ളം കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇതിനും ഒരു അരമണിക്കൂർ നമുക്ക് വെള്ളം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വിയറ്റ്നാം മേലി പ്ലാവ് ഞാൻ നട്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ നിൽക്കുന്നത്. ഇതുണ്ടോ, അത് ഇത്രയും പൊക്കം വെച്ചു. ഒത്തിലൊക്കെ ചെവിട്ടിലൊക്കെ ചെറിയ ചക്കയുണ്ട്. ഇതുണ്ടോ, വിയറ്റ്നാം മേലി പ്ലാവ്. അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒടിഞ്ഞു പോയി. ഈ തൊട്ടടുത്തായിട്ടായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് അടുത്തടുത്ത് പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു. അല്ലേ, ഈ നിൽക്കുന്നതാണ് വിയറ്റ്നാം മേലി കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ കുറേ തെങ്ങൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങും ഇത് നേരത്തെ തൊട്ടുള്ള തെങ്ങാണ് കേട്ടോ, വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നൊരു തെങ്ങാണ്. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം അരമണിക്കൂറോളം വെള്ളം കൊടുത്തു. ഇനി ഇതിന് വെള്ളം കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുമാതിരി വെറൈറ്റികളെല്ലാം നമ്മളിവിടെ വെച്ചായിരുന്നു കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറേ നാൾ മുമ്പ് കൊണ്ടുവച്ചൊരു മുള്ളാത്തയാണിത്. ആ മുള്ളാത്ത മാത്രം അവിടെ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ വെച്ചിരുന്ന മുള്ളാത്ത പോയി, ഇവിടെ മുള്ളാത്ത നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും ഒരു അരമണിക്കൂർ കൊടുക്കണം. എല്ലാം അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ശരീരം മുഴുവൻ നനയുന്ന രീതിയിൽ കുളിച്ച് കഴിയുമ്പോൾ അല്ലേ അതൊരു കുളിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറയുന്ന പോലെ മരങ്ങൾക്കും അതുപോലെ തന്നെയാണ്. മരങ്ങൾക്കും നമ്മൾ നല്ലപോലെ കുളിപ്പിക്കണം. അതിനുവേണ്ടി ഇതല്ലേ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തുന്ന രീതിയിൽ മരത്തിനെ നനച്ചു കൊടുക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലപുഷ്ടി കൂടുന്നതിന് ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മരത്തിനെയൊക്കെ നമ്മൾ ചെടികളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേയധികം കൂടുതൽ ചെയ്യണമെന്നൊക്കെ തോന്നും. അതങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ വെറൈറ്റികൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഭയങ്കര ഒരു ചൂടല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ചെറിയ കാരൊക്കെ ഉണ്ട്, മഴക്കാരൊക്കെ വരുന്നുണ്ട്. അറിയത്തില്ല മഴ പെയ്യുമോ എന്നറിയത്തില്ല. അപ്പം ഇതാ ഭാഗ്യം. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ചുവട്ടിലോട്ട് വെള്ളത്തിൻ്റെ കണക്ഷൻ ഇട്ടിട്ട് നമുക്ക് പോയേക്കാം. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം വാച്ചിൽ നോക്കിയാൽ നമ്മുടെ ഒരു കണക്ഷൻ്റെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കൂടെ വെള്ളം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം കിട്ടാനുള്ള ആവശ്യത്തിനാവും. ഇന്നത്തേനുള്ള വെള്ളം കിട്ടും. ഇനിയിപ്പം 1.5 വെച്ച് വെള്ളം കൊടുത്താലും മതിയായിരിക്കും. അതിൻ്റെ ഉണക്കം അനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം. അപ്പോൾ എന്തായാലും പൈപ്പിൻ്റെ കണക്ഷൻ ഇവിടം വരെ എത്തിയത് നന്നായി.
നമുക്ക് അതിൻ്റെ വെള്ളം കൊടുക്കാനുള്ള കണക്ഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നങ്കടാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇനി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. അതിന് നമ്മൾ വെള്ളം കൊടുത്തു ആദ്യമേ, അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ വെള്ളം കിടക്കട്ടെ, അതിന് വെള്ളം കിട്ടിക്കോളും. ഒരു 15 മിനിറ്റോടെ നമുക്ക് വെള്ളം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പതുക്കെ വീട്ടിലോട്ട് കയറിപ്പോകാം, എന്നിട്ട് പൈപ്പ് ഓഫാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ തന്നെ നമ്മൾ വെച്ചേക്കുന്ന വെറൈറ്റി ആയിരുന്നു വിയറ്റ്നാം മേർലി. വിയറ്റ്നാം മേർലിയുടെ പ്ലാവാണ് ഈ നിൽക്കുന്നത്. ചക്ക ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട്, ചുവട്ടിലാണ്. ഇതാണ് വിയറ്റ്നാം മേർലി പ്ലാവ്. പിന്നെ ഇവിടെ ഒരു വിയറ്റ്നാം മേർലി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉണങ്ങിയതാണ്, പക്ഷേ എന്നാലും ഒരു ശകരം കയറി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചക്ക ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് കേട്ടോ. ഇവിത്തേലും ചക്കയുണ്ട്. ഇത് പെട്ടെന്ന് കായ്ക്കും. വിയറ്റ്നാം മേർലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കൊണ്ട് ഇത് കായ്ക്കും കേട്ടോ. അതതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനിത് ശരിക്കും മേടിച്ച് വെച്ചത്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാലും കഴിക്കാനും നല്ല രസമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഇതൊക്കെ മേടിച്ച് വെക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വെറൈറ്റികളെല്ലാം കൊണ്ടുവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ഹോം ഗ്രൗണ്ട് നഴ്സറി ആൻഡ് ഫാംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ വെറൈറ്റികളെല്ലാം മേടിച്ച് വെക്കുന്നത് കേട്ടോ. അവിടെ ചെല്ലുവാണെങ്കിൽ എല്ലാ വെറൈറ്റികളും നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ഓൾമോസ്റ്റ് വെറൈറ്റി എല്ലാം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം പ്ലാന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള മെത്തേഡും കൃത്യമായിട്ട് കാണിച്ചു തരും. അതിനുള്ള പറഞ്ഞു തരാനുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വെറൈറ്റികളെല്ലാം പ്ലാന്റ് ചെയ്തേക്കുന്നത് അവിടെ നിന്ന് കാണാൻ പറ്റും. കുറേയധികം വെറൈറ്റികൾ ഹോം ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദർ ഫാമിൽ ചെല്ലുക കേട്ടോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ വെറൈറ്റികൾ മേടിക്കാൻ വേണ്ടി മദർ ഫാമിൽ ഹോം ഗ്രൗണ്ട് നഴ്സറി ആൻഡ് ഫാംസിൻ്റെ മദർ ഫാം വിഴിക്കത്തോടെന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫാം കാണാൻ പറ്റും. അതുപോലെ തന്നെ വെറൈറ്റികൾ നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. ഓൾമോസ്റ്റ് വെറൈറ്റികളെല്ലാം തന്നെ ഞാൻ അവിടെ നിന്നാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നങ്കടാക്കിന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് വീഴട്ടെ. എന്തായാലും ആഗ്രഹം പ്രകാരം കൊണ്ടുവച്ച 2 മരങ്ങളാണ് കേട്ടോ. പിന്നെ നട്ടേക്കുന്ന ഒരു സാധനമാണ് ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് ഇതേ ഉണങ്ങിക്കരിഞ്ഞ് പോയേക്കുന്നു. ബുഷ് ഓറഞ്ച് ആയിരുന്നു കേട്ടോ. ബുഷ് ഓറഞ്ച് ഉണങ്ങിപ്പോയി. വാഴ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മളിവിടെ കുറേ എണ്ണം കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില്ലേ, മുരിങ്ങ ഞാനിവിടെ കൊണ്ടുവച്ചായിരുന്നു കുറേ എണ്ണം. മുരിങ്ങയുടെ ഒക്കെ ഇത് ചെറുതായിട്ടുണ്ടായെന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ഇത് മുരിങ്ങയുടെ ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 12ഓളം വെറൈറ്റികൾ, 12ഓളം എണ്ണം, വെറൈറ്റി അല്ല സോറി, അത്ര എണ്ണം നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മുരിങ്ങയ്ക്ക. അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് മൊത്തത്തിൽ. പിന്നെ മുരിങ്ങയുടെ വെറൈറ്റി ഞാൻ വെച്ചേക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇതുണ്ട് ഒരു വലിയ കമ്പാണ് നമ്മൾ നാട്ടി വെച്ചേക്കുന്നത്. അവിടെ നമ്മൾ കുളമ്പെന്ന് പറഞ്ഞൊരു മാവ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ. കുളമ്പ് ഉണ്ടോ, മാവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കാണുന്നത്. അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ വലിയ ചെപ്പാടാണ് കേട്ടോ. അത്ര ഭയങ്കര കാട് പിടിച്ച് കിടക്കുക. പിന്നെ ഈ വെയിലത്തൊക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു. അതുപോലെ പാമ്പൊക്കെ ഉണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ മൊത്തം റബ്ബറായിരുന്നു നിന്നിരുന്നത്. റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വെറൈറ്റികൾ പ്ലാന്റ് ചെയ്യുവാണ് കേട്ടോ. ഓൾമോസ്റ്റ് വെറൈറ്റി എല്ലാം തന്നെ വെച്ചായിരുന്നു. പിന്നെ റംബൂട്ടാൻ വെച്ചായിരുന്നു, റംബൂട്ടാൻ പോയി. അതൊരു വലിയ കഷ്ടമായിപ്പോയി. വെള്ളം ഏതാണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായാലും കംപ്ലീറ്റ് ആയിക്കോട്ടെ. നമുക്കപ്പോഴത്തേനും വീട്ടിലേക്ക് പോകാം. പറഞ്ഞ പോലെ മഴ വരുന്നുണ്ട്. ഏതായാലും രക്ഷപ്പെട്ടു. മഴ ആകെ വീട്ടിൽ കുറേയധികം വെറൈറ്റികൾ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ദാണ്ട കിടക്കുന്നു. അമ്മ ഓരോന്നിടത്ത് ചെടി മഴയത്തോട്ട് വെക്കുകയാണ് കേട്ടോ.
നല്ല മഴയും തുടങ്ങി കണ്ടോ. എന്തായാലും രക്ഷപ്പെട്ടു. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇനി ഒരു കാര്യം പഞ്ഞമില്ല അല്ലേ അമ്മേ? വെള്ളം ഇനിയൊന്നും നോക്കേണ്ട കാര്യമില്ല. റീചാർജ് ചെയ്യുന്നുണ്ടല്ലേ? അതുണ്ടേ നമ്മൾ കിണറ്റിലോട്ട് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അത്രയും വെറൈറ്റികളും വേണ്ടേ ഇവിടെ ചട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതല്ല ഇതാണ്ട് ചട്ടിയിലൊക്കെ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടിന് ചുറ്റുമായിട്ടും വെച്ചിരിക്കുക. അപ്പോൾ നല്ല മഴ തുടങ്ങി. വേണ്ടേ നല്ല മഴ, ഒരു രക്ഷയില്ല. അതായത് നന്നായി. അപ്പം ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞാൽ ഇതാണ്ട് മഴ പെയ്തു കേട്ടോ. ഇതെന്തോ മഴ നല്ല തകർത്ത് വീഴുക. നമ്മുടെ മരങ്ങൾക്കെല്ലാം വെള്ളം കിട്ടും. അപ്പോൾ ഇനി ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.